Hello everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് അനാലിസിസ് പ്രോബ്ലം എങ്ങനെ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാന്നുള്ള കാര്യമാണ്. ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ കൺകറൻസിയുടെ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലവും ഡേർട്ടി റീഡ് പ്രോബ്ലവും എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻകൺസിസ്റ്റന്റ് അനാലിസിസ് പ്രോബ്ലം അല്ലെങ്കിൽ ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് 2PL യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് ട്രാൻസാക്ഷൻസ് സൈമിൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ മൾട്ടിപ്പിൾ വാല്യൂസ് ഡേറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്യണമെന്ന് വെക്കാം. അതേസമയം തന്നെ വേറെ ഒരു ട്രാൻസാക്ഷൻ ഈ റീഡ് ചെയ്യുന്ന വാല്യൂസിൽ എന്തൊക്കെയോ അപ്ഡേഷനും പെർഫോം ചെയ്യുന്നുണ്ടെന്ന് വെക്കുക. ആ വരുന്ന സമയത്ത് ഈ അപ്ഡേഷൻ കാരണം ഡേറ്റാബേസ് ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റേജിലായിരിക്കും. ആ റിസൾട്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് നമ്മുടെ റിസൾട്ടും ഇൻകറക്റ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവും, ഇല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോക്കുക. Then അതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ ഇതായിരുന്നു: when a transaction reads several values from the database but a second transaction updates some of these values during the execution of first, it may lead to incorrect result because the transaction may use the inconsistent values. ഈ ഒരു എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ അതിൽ പറഞ്ഞിരുന്നത്. ഇവിടെ T1 T2 രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. T1 എന്നുള്ള ട്രാൻസാക്ഷൻ ആക്ച്വലി അക്കൗണ്ട് എ, അക്കൗണ്ട് ബി, അക്കൗണ്ട് സി, ഈ മൂന്ന് അക്കൗണ്ടിലുള്ള ബാലൻസ് എടുത്തിട്ട് ടോട്ടൽ ചെയ്ത് എത്രയാണെന്നുള്ളൊരു സമ്മറി തരാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. T2 എന്നുള്ള ട്രാൻസാക്ഷൻ അതേസമയം ഈ അക്കൗണ്ട് എയിലെയും അക്കൗണ്ട് സിയിലെയും വാല്യൂസിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തതിന് മുന്നേ ചില വേരിയബിൾസ് റീഡായി, അക്കൗണ്ട്സിലെ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം ചില വേരിയബിൾ റീഡായി. അപ്പോൾ ടോട്ടലി ഒരു ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ് വാല്യൂസ് ആയിരുന്നു യൂസ് ചെയ്തത്. അങ്ങനെ നമുക്ക് ഫൈനലി കിട്ടിയ റിസൾട്ട് റോങ് ആയിട്ട് വരികയും ചെയ്തു. ഇതിനെയായിരുന്നു നമ്മൾ ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് അനാലിസിസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്ക് 2PL വെച്ചിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. So I hope you remember that in two-phase locking protocol there are two phases. ഒരു ട്രാൻസാക്ഷൻ രണ്ട് ഫേസിൽ കൂടി പോകും. ഒന്ന് ഗ്രോയിങ് ഫേസും ഒന്ന് ഷ്രിങ്കിങ് ഫേസും. ഗ്രോയിങ് ഫേസിൽ എന്താ ചെയ്യുക? ട്രാൻസാക്ഷന് ആവശ്യമുള്ള വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കി അതിൽ വേണ്ട ലോക്സിനെല്ലാം റിക്വസ്റ്റ് കൊടുത്ത് അതിനെ ലോക്ക് ചെയ്യും. ആ ലോക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അതിൽ എന്തെങ്കിലും പ്രോസസ്സ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫൈനലി എല്ലാ ആക്ഷൻസും ഓപ്പറേഷൻസും പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്താൽ മാത്രമേ അതേ ഡേറ്റ ഐറ്റം ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിന് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യുന്നതും ലോക്ക് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ T1 എന്തായിരുന്നു ചെയ്തിരുന്നത്? അക്കൗണ്ടിൻ്റെ സമ്മറി എടുക്കുമായിരുന്നു, ടോട്ടൽ എത്ര ബാലൻസ് ഉണ്ടെന്ന്. T2 രണ്ട് അക്കൗണ്ട്സിലെ ബാലൻസ് അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ T1 സ്റ്റാർട്ട് ചെയ്തു, ടോട്ടൽ ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇവിടെ റീഡ് ലോക്കിന് റിക്വസ്റ്റ് കൊടുത്തു. അതേസമയം T2 സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ് ലോക്കിന് റിക്വസ്റ്റ് കൊടുത്തു. ഇവിടെ എന്തായിരുന്നു? T2 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഈ അക്കൗണ്ടിലെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഈ അപ്ഡേറ്റ് ചെയ്ത വാല്യൂസ് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? കറക്റ്റ് സമ്മറി കിട്ടുള്ളൂ. അപ്പോൾ ഈ റൈറ്റ് ലോക്ക് ഇവിടെ ഇഷ്യൂ ആവും. റൈറ്റ് ലോക്ക് അപ്പോൾ ഏതിലൊക്കെ വേണം? ഇവിടെ എയുടെ അക്കൗണ്ട് ബാലൻസും സിയുടെ അക്കൗണ്ട് ബാലൻസും ആണ് ഈ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് എ ആൻഡ് അക്കൗണ്ട് സി ഈ രണ്ട് വേരിയബിളിനെ ഇവിടെ റൈറ്റ് ലോക്ക് ചെയ്യും. ദെൻ ഈ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ട്സിൽ എന്താണോ അപ്ഡേഷൻ അത് പെർഫോം ചെയ്യും. അക്കൗണ്ട് ബാലൻസ് റീഡ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നിന്ന് 10 മൈനസ് ചെയ്തു, ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അക്കൗണ്ട് സിയുടെ വാല്യൂ റീഡ് ചെയ്തു, അതിൽ നിന്നും 10 ആഡ് ചെയ്തു, അത് അപ്ഡേറ്റ് ചെയ്തു. ഇവിടെ Z അല്ല C ആണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ദെൻ നമ്മൾ അതിനെ അൺലോക്ക് ചെയ്തു. ഇവിടെ റീഡ് ലോക്കിന് റിക്വസ്റ്റ് കൊടുത്തിരുന്നു, പക്ഷേ ഇവിടെ റൈറ്റ് ലോക്ക് വന്നതുകൊണ്ട് ഈ റീഡ് ലോക്ക് ഇഷ്യൂ ആവില്ല. അപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്യണം. T2 കംപ്ലീറ്റ് ആവുന്നവരെ T1 വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്തു. ഫൈനലി കമ്മിറ്റ് ആയ ശേഷം അക്കൗണ്ട് എയും അക്കൗണ്ട് സിയും ഇവിടെ റിലീസായി. ഇനി ഈ T1 എന്നുള്ള ട്രാൻസാക്ഷന് ഈ വേരിയബിൾസ് അവൈലബിൾ ആയിരിക്കും, അതിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. സോ T1 വിൽ റിക്വസ്റ്റ് ഫോർ എ റീഡ് ലോക്ക് ഓൺ അക്കൗണ്ട് ബി ആൻഡ് അക്കൗണ്ട് സി. അക്കൗണ്ട് എ ഓൾറെഡി ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഈ വെയിറ്റിംഗ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി സാങ്ഷനായി കിട്ടും. ഇനി അക്കൗണ്ട് എയുടെ വാല്യൂ റീഡ് ചെയ്തു, ടോട്ടൽ ആഡ് ചെയ്തെടുത്തു. ദെൻ അക്കൗണ്ട് ബി എടുത്തു, ടോട്ടൽ ആഡ് ചെയ്തു. അക്കൗണ്ട് സി എടുത്തു, അതും ടോട്ടലിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും?
ടോട്ടലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കറക്റ്റ് അക്കൗണ്ട്സിലെ ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോമാറ്റിലായിരിക്കും നമ്മൾ 2PL യൂസ് ചെയ്യുക. ഈ 2PL എന്നുള്ള സംഭവം നമ്മൾ കൺകറൻസിയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരേ മെത്തേഡിൽ തന്നെയാണ്. ഏത് ലോസ്റ്റ് അപ്ഡേറ്റ് ആയാലും ശരി, ഡേർട്ടി റീഡ് ആയാലും ശരി, ഫസ്റ്റ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന ട്രാൻസാക്ഷനിൽ നമ്മൾ ഐറ്റംസിനെ ലോക്ക് ചെയ്യുക, അത് പെർഫോം ചെയ്ത ശേഷം അൺലോക്ക് ചെയ്യുക. അപ്പോൾ മാത്രം സെക്കൻഡ് ട്രാൻസാക്ഷൻ അത് അവൈലബിൾ ആക്കി കൊടുക്കുക. ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ ഷ്രിങ്കിങ് ഫേസിന് ശേഷം സെക്കൻഡ് ട്രാൻസാക്ഷൻ്റെ ഗ്രോയിങ് ഫേസ് അലോ ചെയ്ത് കൊടുക്കുകയുള്ളൂ. അങ്ങനെയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും ഇതേ കോൺസെപ്റ്റാണ്. ഓൾഡർ ട്രാൻസാക്ഷന് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പറേഷൻ ഏതാ വരുന്നതെന്ന് നോക്കുക, അതിന് നമ്മൾ ലോക്ക് സാങ്ഷൻ ചെയ്ത് കൊടുക്കുക. ആ ലോക്ക് വെച്ച് അത് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് റിലീസ് ചെയ്ത ശേഷം മാത്രം ലേറ്റർ ട്രാൻസാക്ഷൻസിന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ഡേറ്റാബേസിൽ കിട്ടുകയും ചെയ്യും, കൺകറൻസിൻ്റെ ഇഷ്യൂ വരാതിരിക്കുകയും ചെയ്യും. സീരിയൽ എക്സിക്യൂഷൻ കറക്റ്റായിട്ട് അവിടെ സീരിയൽ മാനറിൽ കൺഫേം ചെയ്തോളും. അപ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ഇൻകറക്റ്റ് അനാലിസിസ് പ്രോബ്ലം അല്ലെങ്കിൽ ഇൻകറക്റ്റ് സമ്മറി പ്രോബ്ലം എന്നുള്ളത് സോൾവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാനത് നോക്കിയിട്ട് റിപ്ലൈ ചെയ്ത് തരാം. സോ താങ്ക് യു.